ഡിസൈനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല രസമുള്ളൊരു വീടാണ് അപ്പോൾ ഞാൻ ചോദിച്ചത്. ഇല്ല, അത് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആർക്കിടെക്റ്റിനോട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആർക്ക് ഇതുപോലെ നമുക്ക് ചെയ്തു തന്നു. സങ്കല്പത്തിലെ വീട് തന്നെയായിരുന്നു അതിങ്ങനെ? തീർച്ചയായിട്ടും. പക്ഷേ അതിങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും ഓക്കെ കൊച്ചിയിലാണ്, പക്ഷേ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകണം, അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക പ്ലോട്ട് മേടിച്ച് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ റിയൽ എസ്റ്റേറ്റിലൊക്കെ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ ഇത്രയും സ്ഥലം മേടിച്ച് അവിടെ ഇത്രയും രൂപ നമുക്ക് മറിച്ചു കൊടുത്ത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ട്, കാശില്ല. താല്പര്യമില്ലാതിണ്ടല്ലേ, കാശില്ല. വൈഫ് എനിക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല, എന്നാലും അതിസുന്ദരിയായൊരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. കാണാൻ പറ്റില്ല, ഇന്റർവ്യൂവിൽ നമ്മൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയും. അതന്നെ, വേറെ ഒന്നുമല്ല, മോന് നല്ല സുഖമില്ല. മോന് സുഖമില്ല. പിന്നെ ഇനി മോൻ്റെ അടുത്ത് നിന്ന് മാറുമ്പോഴത്തേക്ക് ഭയങ്കര അവർക്ക് 2.5 വയസ്സ്. കല്യാണിപ്പോൾ എത്ര കാലം? 4 വർഷം. നിങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു? അങ്ങനെ ആയിരുന്നു. ഞാൻ പേട്ടയിൽ താമസിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീട് മാറി കഴിഞ്ഞപ്പോൾ താഴെ മുകളിലായി. ഇപ്പം നേരെ ഓപ്പോസിറ്റായി. ഷൂട്ടിങ്ങിന് മുമ്പ് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാറുണ്ട്? അയ്യോ, തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകും എന്തായാലും. പിന്നെ ഇപ്പോൾ പരുന്തിൻ്റെ ഷൂട്ടിങ്ങിന് കാലിക്കറ്റ് ഉണ്ടായി. എൻ്റെ കൂടെ 10 ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ്, ഒരു ഫാദർ, അതിലൊരു ട്രാൻസിഷൻ ആയിരുന്നുണ്ടാവല്ലോ. അച്ഛനാകുക അല്ലെങ്കിൽ അച്ഛനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബിഹേവിങ് സ്റ്റൈൽ മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മകൻ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു അച്ഛനാണ്, അവൻ ഇങ്ങനെ വളരാൻ പാടുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ല. എന്തുകൊണ്ട് അച്ഛനും മകനൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിക്കൂടെ രണ്ടുപേരും നമ്മൾ, അല്ലേ? ഞാൻ എൻ്റെ അച്ഛനായിട്ട് അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ പേർക്കാണ് എൻ്റെ മകനുമായിട്ട് ഞാൻ അങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത പരുന്തും മിന്നാമിനിക്കുട്ടാണ് ഞാൻ അടുത്ത റിലീസ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ചേച്ചി മദ്രാസിലാണ് ഒന്ന് സിനിമകൾ, നല്ല സിനിമകൾ, ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തണ്ട, ആ സിനിമകളൊക്കെ ഒന്ന് കാണണേ. ഞാൻ തമിഴ് സിനിമ കാണാറുണ്ട്. കേട്ടാ, ഇതൊക്കെ തന്നെ കുഴപ്പം. മലയാളികളെ ഇന്റർവ്യൂ ചെയ്യുക, ലാലിച്ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നു, രഞ്ജിച്ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യണം, നമ്മൾ ഇന്റർവ്യൂ എൻ്റെ പടം. അത് ഭയങ്കര കോമഡി ഉണ്ടായിട്ടോ കുറച്ച് മുമ്പ്. അല്ലല്ല, ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു, ജയം മസലായിരിക്കണം കേട്ടോ. ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ സിനിമകളെ ഏതെങ്കിലും കണ്ടോ? സത്യം പറഞ്ഞു, സത്യം പറയാൻ സ്വപ്നം കൂടി. ഞാൻ പറഞ്ഞ 4 വർഷം മുമ്പ് പറഞ്ഞല്ലേ. പിന്നെ അതിന് ശേഷം ഏതാ കണ്ടേ ക്ലാസ്മേറ്റ്സ് കണ്ടു, ക്ലാസ്മേറ്റ്സ് അതന്നെയാ ഇത് കേൾക്കും. എന്നിട്ട് അത് കണ്ടിട്ട് എൻ്റെ ജയൻ, ഞാനത് എന്താ പറയാ, ജയൻ ആ പെൺകുട്ടികളുടെ പുറകെ നടക്കണൊക്കെ സീൻ അത് ഞങ്ങളുടെ സ്കൂളിൽ എന്തോരം ആളുകൾ അത് ആ ക്യാരക്ടർ ചെയ്ത് ഇന്ദ്രജിത്താ. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അസലായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എന്തിനാ ചേച്ചി ഇങ്ങനെ പുള്ളി പഠിക്കണേ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇനി 6-ാം തമ്പുരാൻ നന്നായിന്ന് പറയരുത്, അത് ലാലേട്ടൻ അഭിനയിച്ചേക്കണേ. അടുത്ത പടം റിലീസ് മിന്നാമിന്നി കമൽ സാറിന്റെ. അതിനെങ്ങനെ, അത് എന്നാ റിലീസ് വരുന്നത്? ജൂലൈ 11 ആ സമയത്തായിരിക്കും. എന്താ അതിനെ പറ്റിയൊന്ന്? മിന്നാമിന്നി കൂട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ചിത്രമാണ്. ഈ കാലഘട്ടത്തിന്റെ ഈ മമ്മൂക്കയുടെ സൗന്ദര്യം പോലെ കമൽ സാറിന്റെ മനസ്സും സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. മമ്മൂക്കൊക്കെ പ്രായമാകുന്നത് എന്ന് പറഞ്ഞാൽ കമൽ സാർ പ്രായമാകുന്നവരും മനസ്സ് ചെറുപ്പോയിക്കൊണ്ടിരിക്കുക. IT പശ്ചാത്തലത്തിലുള്ള സുന്ദരികളും സുന്ദരന്മാരും അതിലുണ്ട്. തീർച്ചയായും ഞാനും. അപ്പൊ ജൂലൈ 11 അതിൽ ഒരുപാട് അതിന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? മാണിക്കുഞ്ഞ്. അത് ഇതുമാതിരിയുള്ള ഒരു ക്യാരക്ടർ. വളരെ അതിന്റെ പാട്ടുകളൊക്കെ ആരാ ചെയ്തേ? ബിജിബാല മ്യൂസിക്. അത് ഈ പറഞ്ഞ അറബിക്കഥയിലൊക്കെ മ്യൂസിക് ഡയറക്ടർ. അറബിക്കഥ എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അയ്യോ, അതും പറഞ്ഞല്ലോ. അതെ, ഓ ജയസൂര്യയുടെ അറബിക്കഥ. അയ്യോ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു എക്സ്പ്രഷൻ. ചേച്ചി ഞാൻ സീരിയസ് ആയിട്ട് നോക്കട്ടെ, സിനിമയിൽ അഭിനയിച്ചൂടെ? ഞാൻ ചേച്ചിനെ എപ്പോഴും കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ മുല്ലിലെ കുട്ടിയുടെ ചായയാണ്. എന്തിനാ എന്നെ വെറുതെ കളിയാക്കണേ? ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെ എന്നെ ആക്കണോ? അത് അത്ര മോശമാണോ കുട്ടി? ആ കുട്ടി നല്ല കുട്ടിയാണ്, എനിക്കത് പറയണം. ആ കുട്ടി നല്ല കുട്ടിയാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ വളരെ സന്തോഷം. എത്ര കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത്, ഫോണിൽ കൂടെയുള്ള വർത്തമാനം മാത്രമേ ഉണ്ടാകുന്നു. എന്തായാലും ഇനി അങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ. അടുത്ത മോഹൻലാൽ ആവട്ടെ. അന്ന് വേണ്ടേ, എനിക്ക് ഞാനായാൽ മതി. ശരി, അടുത്ത ജയസൂര്യ ആവട്ടെ. അതെ, ശരി. താങ്ക് യു ചേച്ചി, വളരെ വളരെ.